നമസ്കാരം. കലയെന്ന് ചിലർക്ക് വിഷം വമിപ്പിക്കാനുള്ള ഉപകരണമാണ്. മറ്റു ചിലർക്ക് അത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനുള്ള ഉപകരണമായും മാറാറുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും കലയിലൂടെ ഇങ്ങനെ അത് ഇഞ്ചെക്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും. അങ്ങനെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും മനോരമ അത്തരത്തിലൊരു ഇടപെടൽ നടത്തുന്നത് കാണാനിടയായി. ആ കല അവതരിപ്പിച്ച കുട്ടിയെ ഉദ്ദേശിച്ചല്ല ഇതൊന്നും പറയുന്നത്. കാര്യം ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വിഷയത്തെ സംബന്ധിച്ച് വളരെ അവഗാഹം ഉണ്ടായിരിക്കില്ല. എന്ത് അവതരിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ച് മോണാക്ടിൽ അവൾക്കിപ്പോ ഒരു കറണ്ട് അഫയേഴ്സ് വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നു. വളരെ ഭംഗിയായി ആ കുട്ടി അത് അവതരിപ്പിച്ചു. അങ്ങനെ കഴിഞ്ഞ ദിവസം മനോരമ ഭവനിൽ നിന്നാണ് നവീൻ ബാബു വിഷയവുമായി ബന്ധപ്പെട്ട് മനോരമ കലയിലൂടെ CPM-നെതിരെയും PP ദീപിക്കെതിരെയും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കണ്ടന്റ് പോയി കണ്ടെത്തി അവരുടെ പവലിയിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ചത്. പിന്നെ മനോരമയ്ക്ക് കായികോത്സവം ആയിക്കോട്ടെ, അല്ലെങ്കിൽ കലാമേള ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, അവിടെയെല്ലാം അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, CPM വിരുദ്ധത. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഞാനൊരു വഴിയാത്രക്കാരി ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറി എന്നേ ഉള്ളൂ. സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥന്റെ പേരിൽ കുറച്ച് ആരോപണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഒരു പെട്രോൾ പമ്പിന്റെ NOC സംബന്ധിച്ച കാര്യത്തിനായി ഞാൻ ഈ ഉദ്യോഗസ്ഥനെ വിളിക്കുകയുണ്ടായി. അപ്പോഴെല്ലാം ലാൻഡ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല എന്ന തൃപ്തികരമല്ലാത്ത മറുപടിയാണ് എനിക്ക് ലഭിച്ചത്. പക്ഷേ ഇന്നലെ ഞാൻ അപേക്ഷകനെ കണ്ടപ്പോൾ പറഞ്ഞത് NOC ശരിയാക്കി കിട്ടിയെന്ന്. അതെങ്ങനെ ശരിയാക്കി കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, പുതിയ ജില്ലയിലെങ്കിലും താങ്കൾ ജോലിക്ക് കയറുമ്പോൾ ഇതുപോലെയാകരുത്. ഞാൻ എന്തിനി ജീവിക്കണം? 1 രൂപ പോലും ആരിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടില്ല. എന്നിട്ടും എന്തിനെന്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് അവരെ അപമാനിച്ചു? ഞാൻ ഈ നാട്ടിലേക്ക് മടങ്ങുന്നില്ല. എന്റെ ജീവിതം ഈ ഔദ്യോഗിക വസതിയിൽ തീരട്ടെ. ഒരംശം പോലും അത് അവതരിപ്പിച്ച കുട്ടിയെ കുറ്റം പറയുന്നില്ല. വളരെ നിഷ്കളങ്കമായി അവളുടെ ഉള്ളിലെ ആ സർഗശേഷി വളരെ കൃത്യമായി അഭിനയിപ്പിച്ചു പ്രതിഫലിപ്പിച്ചു. പക്ഷേ ആ കുട്ടിയെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഏത് വ്യക്തിയാണോ അവരുടെ ഉള്ളിലെ വിഷമാണ് അവളുടെ പുറത്തേക്ക് പോയത്. ആ കുട്ടി നിഷ്കളങ്കമായി ഇതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ, ഇതിന്റെ ഗ്രാവിറ്റിയെ കുറിച്ച് അറിയാതെ, എന്താണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് ഒരു മനസ്സിലാക്കാതെ അവളുടെ കഴിവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചിലർക്ക് രാഷ്ട്രീയ പ്രവർത്തനമാണ്, ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു കുട്ടിയെ കൊണ്ട് ഇത് ചെയ്തിരിക്കുന്നത്. നാളുകളിൽ അവൾ വളർന്ന് അവളുടെ മനസ്സ് പക്വതയാകുമ്പോൾ, ഏതെങ്കിലും വിഷയങ്ങളെ കുറിച്ചൊക്കെ വിലയിരുത്താൻ കഴിയുമ്പോൾ, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നു വരുമ്പോൾ അതിനെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടിയിരുന്നതെന്നതിനെ സംബന്ധിച്ച് അതിനെ ക്രോസ് ചെക്ക് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാകും. ചിലപ്പോൾ അന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനുകൂടി അവസരം ഉണ്ടാകണം. കാര്യം ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെതിരെ എങ്ങനെയൊക്കെയാണ് വെറുപ്പും തെറ്റിദ്ധാരണയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന രീതികളെന്ന് കണ്ട് മനസ്സിലാക്കണം. ഇതിന് നമ്മുടെ നാട്ടിൽ സംഘപരിവാറുകാർ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ കേരളത്തെ കുറിച്ച് അപകീർത്തിപ്പെടുത്താൻ വേണ്ടി സിനിമകൾ സൃഷ്ടിക്കാറുണ്ട്, അല്ലെങ്കിൽ പാട്ടുകൾ സൃഷ്ടിക്കാറുണ്ട്. അതൊക്കെ അവരുടെ വെറുപ്പുകൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു കവചമാക്കി കലയെ മാറ്റാറുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഈ കണ്ടത്. എന്തായാലും ഇത് കണ്ടുടനെ മനോരമ അത് കൊത്തിയെടുത്തുകൊണ്ട് വന്ന് മനോരമ പവലിയനിൽ വെച്ച് അവതരിപ്പിച്ച് അത് നവീൻ ബാബു വിഷയം എന്നുള്ള നിലയ്ക്ക് വാർത്താ കച്ചവടം നടത്തി പൈസ ഉണ്ടാക്കുമ്പോൾ ആ കുട്ടിയുടെ മുഖമാണ് പുറത്തേക്ക് പോകുന്നത്. മനോരമയെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊരു സ്വാഭാവിക കാര്യമാണ്. ഞങ്ങൾ അത് കേട്ടു, അതുകൊണ്ടൊന്ന് കേൾപ്പിച്ചു, ഇത്ര നിഷ്കളങ്കമായി അവർ പറഞ്ഞു വെക്കും. പക്ഷെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? മോണാക്ട് പരിപാടിയിൽ നമുക്ക് വേണ്ടത് എന്ത് കിട്ടും? എന്തെല്ലാം വിഷയങ്ങൾ വന്നുപോയി. ആ വിഷയങ്ങളൊക്കെ വന്നു പോകുമ്പോൾ എങ്ങനെയൊക്കെ ഇടതുവിരുദ്ധ വാർത്തകൾ, അല്ലെങ്കിൽ ഇടതിനെതിരെ വെറുപ്പുൽപാദിപ്പിക്കാൻ പറ്റുന്ന വാക്കുകൾ, അതിലൂടെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെതിരെ വെറുപ്പുൽപാദിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിനെ ഉടനടി കൊത്തിയെടുത്ത് അതിനെ വാർത്ത എന്ന പേരിൽ അവതരിപ്പിക്കാനുള്ള ആ കഴിവിനെ കൂടിയാണ് ഇതിൽ കാണേണ്ടത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊന്നും ചെയ്തെന്ന് കരുതിക്കൊണ്ട് കുറച്ചുപേരെ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കുക. കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് മറവി വരുന്നുണ്ടെങ്കിൽ അത് പാടില്ല. കൂടെ ഓർത്തിരിക്കണം. കാര്യം വയനാട് വിഷയത്തിൽ മനോരമയ്ക്ക് ഈ ജാഗ്രത ഇല്ലെങ്കിലും ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അവർ വളരെ ലാഘവത്തോടു കൂടിയൊക്കെ ഇടപെടുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ തീവ്രത ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു ബാലൻസിംഗ് ആണ്. സമൂഹത്തിനിടയിൽ നിഷ്പക്ഷനാണെന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനം. അതിനപ്പുറത്തേക്ക് കലയായിക്കോട്ടെ, മറ്റെന്തുമായിക്കോട്ടെ, അതിനെല്ലാം മനോരമയ്ക്ക് ആവശ്യം എന്താണെന്നും ഈ സമൂഹത്തിലെ ചിലരുടെ മനോഭാവങ്ങളിൽ എന്താണ് കലയിലൂടെ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് അവർ പ്രചരിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് എന്താണെന്ന് ആ കുട്ടിയിലൂടെ തെളിയിക്കുകയാണ്. ആ കുട്ടിക്ക് ഒരു വലിയ ഭാവി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പേരറിയില്ല. ഇങ്ങനെ ആകസ്മികമായി കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയത്. കാര്യം ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ ശേഷിയുള്ള, അഭിനയ ശേഷിയുള്ള, ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ കൊണ്ട്
പെട്ടെന്ന് അവളുടെ അവതരണ ശൈലി കൊണ്ട് ശ്രദ്ധിക്കുമെന്ന കാരണം കൊണ്ടാണ് അതിനെ ഈ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അതിന്റെ പിന്നാമ്പുറങ്ങളിലുള്ളവരുടെ മനസ്സും അവരുടെ രാഷ്ട്രീയവും അവരുടെ ഉള്ളിലെ വിഷവുമാണ് ആ കുട്ടിയിലൂടെ പുറത്തേക്ക് പോയത്. പക്ഷേ അതുകൊണ്ടൊക്കെ കുറച്ചു പേരെ തെറ്റിദ്ധരിപ്പിക്കാം എന്ന് കരുതിക്കൊണ്ട് PP ദിവ്യയെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെയോ ഒരു രീതിയിലും ഇല്ലായ്മ ചെയ്യാമെന്ന് കരുതരുത്. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞങ്ങൾ എന്തും ആയുധമാക്കും എന്നതിന്റെ തെളിവ് കൂടിയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഇങ്ങനെ ഒരു ആശയം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറക്കി വിട്ടതും ഉടനടി തന്നെ മനോരമയിലൂടെ അത് പുറത്തു വന്നു എന്നതിന് രാഷ്ട്രീയമുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ.